അതേസമയം വേലൂർ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് CPM അംഗങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ CCTVയോട് പറഞ്ഞു. CPM ഭരണസമിതിയുടെ കാലത്ത് 23 താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. അതിൽ ജോലിയിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയ 2 പേരെ മാത്രമാണ് പിരിച്ചുവിട്ടത്. പാലിയേറ്റീവ് ഡ്രൈവർ വാഹനം ദുരുപയോഗം ചെയ്തിരുന്നതായി കണ്ടെത്തിയിരുന്നു. വാഹനം കൃത്യസമയത്ത് സർവീസ് നടത്താതിരിക്കുകയും വാഹനം അലക്ഷ്യമായി ഉപയോഗിച്ച് കേടുപാടുകൾ വരുത്തുകയും ആക്സിഡന്റ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മെഡിക്കൽ ഓഫീസറെ അറിയിച്ചിരുന്നില്ല. ഈ കാരണത്താൽ പഞ്ചായത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്. ഹോമിയോ മരുന്നുകൾ അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയും പലതവണ അസമയങ്ങളിൽ ഡോക്ടർ അറിയാതെ ഡിസ്പെൻസറി തുറക്കുകയും ചെയ്തിട്ടുണ്ട്. മരുന്നുകൾ കൂട്ടിക്കലർത്തി സ്ഥാനം തെറ്റിച്ചാണ് വെച്ചിട്ടുള്ളത്. ഇത് ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാണ്. ഗുരുതരമായ കൃത്യവിലോപം നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് 2 പേരെയും പിരിച്ചുവിട്ടത്. ഹോമിയോ ഡോക്ടർ വീഴ്ച സംഭവിച്ചതായി സമ്മതിക്കുന്ന വീഡിയോ തെളിവുകൾ ഭരണസമിതിയുടെ പക്കലുണ്ടെന്നും സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും ഒക്കെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് തട്ടി ഞെളങ്ങി വണ്ടി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്ന വിത്ത് ഫോട്ടോ സഹിതം കൃത്യമായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് എനിക്ക് കത്ത് തന്നിട്ടുണ്ട്. അതിന് സർവീസ് പോലും സമയത്ത് ചെയ്യാതെ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അധികാരിയായിട്ട് മെഡിക്കൽ ഓഫീസറിനെ ഒന്നും അറിയിക്കാതെ ഞങ്ങൾ ഈ കത്തൊക്കെ മെഡിക്കൽ ഓഫീസർക്ക് ചോദിച്ച് നിങ്ങൾ സമയത്ത് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു അറിയിപ്പ് പോലും കൊടുക്കാതെ ആ വണ്ടി വീണ്ടും സർവീസിന് കൊടുക്കേണ്ട അവസ്ഥ നമ്മൾ മെക്കാനിക്കലിന്റെ അവിടെ കൊടുത്തപ്പോൾ ഒരുപാട് രൂപ അതിനു വേണ്ടി ചെലവാകുമ്പോൾ ഈ പൈസ മുഴുവൻ പഞ്ചായത്തിന് നഷ്ടമുണ്ടായിട്ടിരിക്കുക. അങ്ങനെ പഞ്ചായത്തിൽ പല കാര്യങ്ങളും സമയത്തിനല്ലാത്ത സമയത്ത് ഹോമിയോ ഡിസ്പെൻസറി തുറന്നു കിടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ, കാരണം തന്നിഷ്ടപ്രകാരം അത് സമയത്തല്ലാത്ത സമയത്ത് ദുരുപയോഗം ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ആ സ്റ്റാഫിനെ നമ്മൾ പറഞ്ഞുവിടാനായിട്ട് തീരുമാനിച്ചത്.